നിങ്ങൾ ഓരോരുത്തരായി സമർപ്പിച്ച വിളക്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മൂകാംബികയിൽ നമ്മൾ ഉള്ളിൽ അമ്മയ്ക്ക് സമർപ്പണം ചെയ്തു. അത് കഴിഞ്ഞ് ദേവിയുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ നെയ്വിളക്ക് സമർപ്പണം നടത്തുന്നിടത്ത് നിരത്തി വെച്ച് അമ്മയ്ക്ക് ഗുരുവായൂർ മഞ്ജരീസ് കുടുംബ കൂട്ടായ്മയുടെ നെയ്വിളക്ക് സമർപ്പണം നടത്തുകയാണ്. ഇനി കാലാകാലം ഈ വിളക്കിൽ ഇവിടെ ഇങ്ങനെ ഭക്തർ വിളക്ക് കത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് വലിയൊരു ഭാഗ്യമാണ്. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. നെയ്വിളക്ക് സമർപ്പണം ചെയ്ത എല്ലാവരുടെയും കൃത്യമായ വിളക്കുകൾ ഇവിടെ അമ്മയുടെ മുമ്പിൽ സമർപ്പണം ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം നമ്മളിത് തിരികൊളുത്തും. ഇന്ന് ചൊവ്വാഴ്ച ദിവസം വൈശാഖ മാസം, മാധവ മാസം എന്നറിയപ്പെടുന്ന പുണ്യമാസത്തിലാണ്. നമസ്തേ. ചില ഇതില് വെച്ചാൽ മറന്നു ഫുള്ളായിരുന്നു. ഗുരുവായൂർ അമ്മയുടെ മുന്നിൽ പോകുന്ന
ഹരേ കൃഷ്ണ. നമ്മുടെ മഞ്ജരീസിൻ്റെ കുടുംബ കൂട്ടായ്മയുടെ വിളക്ക് സമർപ്പണത്തിൽ ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ വിളക്ക് ദീപം തെളിയിക്കുന്നത് നമ്മുടെ മഞ്ജരീസിൻ്റെ തന്നെ വിളക്ക് സമർപ്പണമാണിത്. മഞ്ജരീസിൻ്റെ കുടുംബ കൂട്ടായ്മയുടെ വിളക്ക് സമർപ്പണമാണ്. അപ്പോൾ ഇവിടെ ഭഗവതിക്ക് മുമ്പിൽ ഒരുപാട് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് വിളക്ക് പിടിച്ചുകൊണ്ട് അമ്മ എഴുന്നള്ളുമ്പോൾ വിളക്ക് പിടിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുമ്പിൽ നടക്കുന്ന ജനാർദ്ദനൻ അവർകളാണ്. അദ്ദേഹമാണ് നമുക്ക് ആദ്യമായിട്ട് ദേവിക്കുള്ള വിളക്ക് സമർപ്പണം നടത്തുന്നത്. അദ്ദേഹം നമുക്ക് ഇപ്പോൾ വിളക്ക് സമർപ്പിച്ച് തരികയാണ് കേട്ടോ. ഗുരുവായൂർ മഞ്ജരീസിന് വേണ്ടിയിട്ട് ഇദ്ദേഹമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദീപം അമ്മയ്ക്ക് മുമ്പിൽ അമ്മ രഥത്തിൽ എഴുന്നള്ളുമ്പോൾ ഇദ്ദേഹമാണ് ദീപം പിടിച്ചു വരുന്നത്. അവർ തലമുറകളായിട്ട് അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അദ്ദേഹം നമുക്ക് ദീപം കൊളുത്തി തന്നു. ഇത് നമ്മൾ എല്ലാ വിളക്കിലേക്കും പകരുകയാണ്. വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അമ്മയുടെ നെയ്വിളക്ക് സമർപ്പണം കാണുക. ഭഗവതിയുടെ കാരുണ്യം അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. സർവ്വദുഃഖ ദുരിതങ്ങളും തീരട്ടെ. എല്ലാ പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്ന് മാറട്ടെ. അമ്മയുടെ മുമ്പിൽ ഈ നെയ്വിളക്ക് എത്രത്തോളം പ്രകാശിതമായി നിൽക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ എന്നെന്നും തലമുറകളോളം ദീപം പകരട്ടെ. വിളക്ക് അമ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ദീപം കൊണ്ടുവരട്ടെ, ആ ഒരു വെളിച്ചം കൊണ്ടുവരട്ടെ. അമ്മയോട് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. മഞ്ജരീസിലൂടെ ആരൊക്കെയാണോ സമർപ്പണം ചെയ്തിരിക്കുന്നത് അവർക്കെല്ലാം അമ്മ സർവ്വൈശ്വര്യങ്ങൾ കൊണ്ടുവരട്ടെ. സന്താനങ്ങളില്ലാത്തവർക്ക് അമ്മ സന്താനം നൽകി അനുഗ്രഹിക്കട്ടെ. സന്താനങ്ങളുള്ളവരുടെ ജീവിതം ഏറ്റവും ഐശ്വര്യപ്രദമായിട്ട് സമ്പൽ സമൃദ്ധിയോടുകൂടിയിരിക്കട്ടെ. സന്താനങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും വിദ്യാഭ്യാസവും ആയുരാരോഗ്യവും നൽകട്ടെ. ദമ്പതികളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും അമ്മ നൽകട്ടെ. രോഗാവസ്ഥയിലിരിക്കുന്ന അച്ഛനമ്മമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അവരുടെ അനാരോഗ്യാവസ്ഥയെല്ലാം മാറ്റി ആരോഗ്യം നൽകട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആയുസ്സും ആരോഗ്യവും ജോലി ഉയർച്ചക്കയറ്റവും എല്ലാം ലഭിക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ. അതുപോലെ വീടില്ലാത്തവർക്ക് അമ്മ ഭവനം നൽകി അനുഗ്രഹിക്കട്ടെ. വീടുള്ളവർക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെ പെട്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ സാമ്പത്തിക ദുരിതങ്ങളെല്ലാം അമ്മ തീർക്കട്ടെ. കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം നൽകട്ടെ. മറ്റേതെങ്കിലും തരത്തിൽ വിഷമത അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിഷമതകളെല്ലാം സാക്ഷാൽ മണി ഫലം സത്യം അമ്മ അതെല്ലാം മാറ്റി നൽകട്ടെ. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ. ഗുരുവായൂർ മഞ്ജരീസ് ഇപ്പോൾ 91 വിളക്ക് സമർപ്പണം നമ്മുടെ അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ചു. ഇവിടുന്ന് മഞ്ജരീസ് യാത്രയാവുന്നത് പഴനി മുരുകൻ്റെ അടുത്തേക്കാണ്. നമ്മൾ ആദ്യമായിട്ടാണ് സ്കന്ദപുരാണം പൂർത്തിയാക്കിയത് ഗുരുവായൂർ. അപ്പോൾ നമ്മൾ മുരുകൻ്റെ അടുത്തേക്കാണ് നമ്മൾ യാത്രയാവുന്നത്. നാളെ മുരുകന് നമ്മൾ ഇതുപോലെ വലിയൊരു സമർപ്പണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ നമുക്കതിന് വേണ്ട സഹായം ചെയ്യാനുള്ള ആളുകളുമുണ്ട്. എല്ലാവർക്കും അമ്മ സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നൽകട്ടെ. അമ്മയുടെ മുമ്പിൽ നമ്മൾ ദീപം തെളിയിക്കുകയാണ്. കണ്ടല്ലോ, ദീപം തെളിഞ്ഞ് അമ്മ സ്വീകരിക്കട്ടെ ഈ വിളക്ക് അല്ലേ. അമ്മ സ്വീകരിച്ചു, അതിൻ്റെ തെളിവുണ്ട്. എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് അമ്മയുടെ തിരുനടയിൽ വെച്ചൊരു അംഗീകാരം ലഭിച്ചു. അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അമ്മ നൽകിയ ഏറ്റവും വലിയ കാരുണ്യം. എന്താണോ നമുക്ക് ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ളത് അത് ഏത് ക്ഷേത്രത്തിലേക്കും ആയിക്കോട്ടെ, മഞ്ജരീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യും. നമ്മളൊരു ചെറിയ കുടുംബമാണ് എങ്കിൽ കൂടി നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ നമ്മളെക്കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യും. 2 വലിയ താലവും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. താലം അവരുള്ളിലേക്ക് കൊണ്ടുപോയെന്ന് തോന്നുന്നുണ്ട്. എനിവേ ഞാനും കുറച്ച് ദീപം തെളിയിക്കട്ടെ കേട്ടോ. എനിക്കും കൊതിയാവുന്നു എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന് വേണ്ടിയിട്ട് ദീപം തെളിയിക്കാൻ. ലിസ്റ്റ് ഇട്ടതിൽ ഫസ്റ്റത്തെ പേര് സഞ്ജയ് ധൻരാജാണ് കേട്ടോ. അതെൻ്റെ മകനാണ്. മെയ് 2 അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇപ്പോൾ അവൻ അവിടെ ഉള്ളിലാണുള്ളത്, അതുകൊണ്ടാണ് വിളക്ക് തെളിയിക്കാൻ എത്താത്തത്. പിന്നെ ശാന്ത മാതാജി, പ്രസന്നാമ്മയുടെ മക്കൾ, പിന്നെ വിനോദേട്ടൻ എല്ലാവരും ഉണ്ട്. ബിന്ദുമ്മയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചുകൊണ്ട് ബിന്ദുമ്മയ്ക്ക് ക്ഷേത്രത്തിൽ കയറാൻ കഴിയില്ല. എനിവേ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, ദീപം തെളിയിക്കാം.
കുറ്റി ഇടാഞ്ഞിട്ട് അതിനെ ചെക്ക്
എല്ലാവർക്കും സന്തോഷമായോ? എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് ഇതൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഇഷ്ടമായോ നിങ്ങൾക്കൊക്കെ? ഇഷ്ടമായോ? മൂകാംബിക അമ്മയുടെ തിരുസന്നിധിയിൽ മഞ്ജരീസ് കുടുംബം നൽകിയ 2 വലിയ താലവും നോക്കിക്കേ, 91 വിളക്ക് സമർപ്പണം. താലം അവരകത്തേക്ക് കൊണ്ടുപോയി. നമ്മൾ വിളക്കെടുത്ത് കൊണ്ടുവന്ന താലമായിരുന്നു. ഇനി എന്നും ഈ വിളക്കിൽ ഇവിടെ ആളുകൾ നെയ്ത്തിരി വെച്ച് കത്തിച്ചുകൊണ്ടേയിരിക്കും. വേണ്ട പൈസ അതെല്ലാം അവിടെ കൊടുക്കൂ. എന്താണോ
ഹരേ കൃഷ്ണ. മാതാജി, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു അനുഭവം? നല്ല നല്ല ദർശനമായിരുന്നു. വിളക്കൊക്കെ സമർപ്പിക്കാൻ പറ്റി, എല്ലാവരുടെ പേരിലും വിളക്ക് സമർപ്പിക്കാൻ പറ്റി. എല്ലാവർക്കും ഇതുപോലെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം പരിപൂർണമായിട്ട് അവരുടെ ഉണ്ടാവും. സത്യം ബെല്ലടിച്ചു. അന്നദാന സേവയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആള് ശാന്ത മാതാജി. മാതാജി, എൻ്റെ അമ്മ പ്രസന്ന അമ്മ, മഞ്ചേരി എക്സിക്യൂട്ടീവ് അംഗം. ഓം ശ്രീമാത്രേ നമഃ. ഒരു ദിവസമായിട്ട് വന്ന് തൊഴുതു പോകാൻ നിന്നതാ മൂകാംബി അമ്മ എന്നെ 4 ദിവസം ഇവിടെ 5 ദിവസം 5 ദിവസം പിടിച്ചു നിർത്തി. അമ്മയുടെ വിളക്ക് സമർപ്പണത്തിന് എനിക്കും അതിൻ്റെ പങ്കുകൊള്ളാൻ സാധിച്ചു. ഒരുപാട് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും നമ്മുടെ മഞ്ജരീസ് കുടുംബം മേൽമേൽ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവോപരി അമ്പിളി മാതാജിക്ക് എപ്പോഴും ദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. കരയാതമ്മ, കരയാതെ. ഇന്നലെ കുടജാത്രയൊക്കെ കയറിയിട്ടോ പാവം. നമ്മള് ഇവിടെ വന്നപ്പം ഇവിടെയുള്ള വിളക്കുകളൊക്കെ കുറേയൊക്കെ ഇതായിട്ടുണ്ട്, കറുത്ത് പോയിട്ടുണ്ട്. ഇത് ചെയ്യാൻ ലക്ഷോപലക്ഷം കോടാനുകോടി ആളുകളുണ്ട്. പക്ഷേ മഞ്ജരീസ് കുടുംബത്തിന് ഈ ഒരു പുണ്യകർമ്മത്തിന് സാധിച്ചു. അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. ഇനി വൈകുന്നേരം നമ്മൾ ഒരു 108 ലളിത സഹസ്രനാമ ദാനം ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് പുടവ ദാനം ചെയ്യുന്നുണ്ട്. ഭഗവതിയുടെ കാരുണ്യം തന്നെയാണ് നമുക്കിത് ചെയ്യാൻ സാധിച്ചത്. നമ്മൾ ഇവിടുന്ന് വിളക്കെടുത്തില്ല, കേരള വിളക്കാണ് കൊണ്ടുവന്നത്. അതിലുപരി എനിക്ക് കിട്ടിയ എല്ലാ അവാർഡുകളിനേക്കാളും മേലെ എനിക്ക് അമ്മയുടെ ഒരു ആദരവ് ഇന്ന് കിട്ടി. ഫോട്ടോ ഞാനിടാം. അത് അമ്മ നൽകിയ വലിയ സന്തോഷം. അതെനിക്കല്ല, എൻ്റെ മഞ്ജരീസ് കുടുംബത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഏറ്റുവാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഫോട്ടോ ഇടാം കേട്ടോ. ഹരേ കൃഷ്ണ. ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ഇതുപോലെ നമുക്ക് എന്ത് സാധിക്കുമോ അത് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പം നമസ്തേ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ ഭവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. നിങ്ങളുടെ എല്ലാവരുടെയും ദുഃഖ ദുരിതങ്ങൾ അമ്മയുടെ പ്രഭാതങ്ങളിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും മാറും. ഓക്കെ, കുടജാത്രയും ഗോപുരം ഒന്ന് കണ്ടോളൂ. കുടജാത്രി കാണാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ എനിക്ക് കാണാം. ഗോപുര ദർശനം കോടിപുണ്യം എന്നാണ്. നമസ്തേ.